ഹായ് ഓൾ. അപ്പം നമുക്കിന്ന് ഒരു പ്രൈസ് ആക്ഷൻ എങ്ങനെ റീഡ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈസിനെ എങ്ങനെ റീഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഫോർ എ റെഫറൻസ് നമ്മൾ ഇന്ന് 24th പ്രൈസ് ആക്ഷനാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചാർട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ എപ്പോഴും അനലൈസ് ചെയ്യാൻ തുടങ്ങാൻ ശ്രമിക്കുക, അത് ശീലിക്കുക. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിം ബയാസും ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി സ്വീപ്സും ഹയർ ടൈം ഫ്രെയിം ബേസ്ഡ് ആയിരിക്കും എപ്പോഴും മാർക്കറ്റിൽ. അപ്പം അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ അനാലിസിസും നമ്മുടെ നറേഷനും ലോ ടൈം ഫ്രെയിം ബേസിലാണെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റഡ് ആവാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് ലോ ടൈം ഫ്രെയിമിൽ. അപ്പം ജസ്റ്റ് നമ്മൾ ഡെയിലിയിലേക്ക് വരാം. ഡെയിലിയിലേക്ക് വരുന്ന എന്താണ് കറൻ്റ്ലി മാർക്കറ്റിൽ നടക്കുന്നത് നോക്കാം. ഇപ്പോൾ ഒരു 2 വീക്സോളമായിട്ട് മാർക്കറ്റ് ബുള്ളിഷ് മൂവ്മെൻറ്റ്. പിന്നെ ഒരു ഓൾ ടൈം ഹൈ എടുത്ത് അതായത് പ്രീവിയസ് ഓൾ ടൈം ഹൈ എടുത്ത് കറണ്ട് ഓൾ ടൈം ഹൈയിലാണ് പ്രൈസ് ഇപ്പം നിൽക്കുന്നത്. ഓക്കെ, എന്താ പറയുക, ജസ്റ്റ് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഓവറോൾ ബയാസ് ഈസ് ബുള്ളിഷ്. സിമ്പിളായിട്ട് അങ്ങനെ നമുക്ക് കണ്ടെത്താം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോ ടൈം ഫ്രെയിം, അതായത് 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകും. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോഴും നമുക്ക് സെയിം ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രൈസിൽ കാണിക്കുന്നത്. ജസ്റ്റ് എന്താ പറയുക, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാന്നല്ലാതെ ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സിനാരിയിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് ബ്രേക്ക് ചെയ്തല്ലോ എന്ന് ചോദിക്കാം. പക്ഷേ ഇവിടെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഒരു ക്യാൻഡലിൻ്റെ ബോഡി ടെൽസ് ദ സ്റ്റോറി. അതായത് ബോഡി എവിടെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ള കാര്യം, വിക്സ് ടു ദ ഡാമേജ്. ഓക്കെ, അത് മൈൻഡിൽ വെച്ചാൽ മതി എപ്പോഴും. അപ്പോൾ 4 hour നോക്കുമ്പോൾ നമുക്ക് സിമിലർ ബയസസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ടൈം ഫ്രെയിം നമ്മുടെ ബയാസിൽ സെയിം ആണ് കിട്ടുന്നത്. അതല്ലെങ്കിൽ സിമിലർ ആയിട്ട് വരികയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ആ ഒരു ബയാസിൽ ഉറപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് വരുമ്പോഴൊരിക്കലും എന്താ പറയുക, ഒരു ഫിക്സഡ് ബയാസ് മനസ്സിൽ വെച്ചിട്ട് വരരുത്. എപ്പോഴും കറൻ്റ്ലി മാർക്കറ്റിൽ എന്താണോ നടക്കുന്നത് അതിന് അനുസരിച്ച് റിയാക്ട് ചെയ്യാൻ നോക്കുക. എന്തിനാന്ന് വെച്ച് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മാനിപ്പുലേറ്റഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ലോ ടൈം ഫ്രെയിം വീണ്ടും കുറച്ചുകൊണ്ട് വരുമ്പം അതായത് 9:30 ഓപ്പൺ ആയിരിക്കുമല്ലോ നമ്മൾ മാർക്കറ്റിലോട്ട് വരും. അപ്പോൾ നമുക്ക് ആ ടൈം ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 1 hour ആയതുകൊണ്ടാണ് ഏകദേശം ഇവിടെ മാർക്ക് ചെയ്യും. ജസ്റ്റ് ഒരു 5 minutesലേക്ക് പോയിട്ട് 1 hour 9:30 ഞാൻ മാർക്ക് ചെയ്യും. ഓക്കെ, 9:30ക്കാണ് മാർക്കറ്റ് ഓപ്പൺ. 9:30ക്ക് മാർക്കറ്റ്, അതായത് ഈ ഒരു ലൈൻ കണ്ടു, ഇതിൻ്റെ ഇങ്ങോട്ടുള്ള പ്രൈസ് ആക്ഷനാണ്. അതായത് ഈ ഒരു 5 minutes പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പ്രൈസ് ആക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. ജസ്റ്റ് ബാക്ക് ടെസ്റ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ കറൻ്റ്ലി 1 hourൽ പ്രൈസ് ആക്ഷൻ ഇങ്ങനെ. ഒബ്വിയസ്ലി പ്രൈസ് ആക്ഷൻ ബുള്ളിഷാണ്. മേജറായിട്ടുള്ള ഒരു സിംഗിൾ ഒന്നും സ്വീപ്പ് ചെയ്തിട്ടില്ല, അടിയിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഒന്നും ഡൗൺവേർഡ്സ് വന്നില്ല. സോ ഒബ്വിയസ്ലി ബയാസ് എന്ന് പറയുന്നത്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ബുള്ളിഷാണ്. അപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്കിവിടെ മേജറായിട്ടുള്ള ഒരു മേജർ ഹൈ ഇവിടെ എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡിസ്കൗണ്ടിലുള്ള, അതായത് മാർക്കറ്റ് പ്രൈസ് കറൻ്റ്ലി ഇവിടെ വരെ ട്രേഡ് ചെയ്ത് തിരിച്ച് വരുന്നൊരു സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ കറൻ്റ്ലി ഉള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് ഇത്. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യുക. ഫസ്റ്റ് ഡിസ്കൗണ്ടിലുള്ള ഒരു വെരി ഹൈ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. എന്തുകൊണ്ടാണ് അത് സിഗ്നിഫിക്കൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓൾ ടൈം ഹൈ അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ഹൈ എടുത്തതിന് ശേഷം അതേ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്. അവിടെയുള്ള പ്രൈസ് ആക്ഷൻ, അതായത് 9:30ക്ക് നമുക്ക് ഓപ്പണിംഗ് വരുമ്പോൾ ഇത് 10 PM ഈ ഒരു 1 hour ക്യാൻഡിൽ ക്ലോസ് ആവുള്ളൂ. അപ്പം 9:30ക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ പ്ലേ അപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാൻഡിലായിരിക്കും. അതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ള സാധനത്തിലാണ് നമ്മുടെ ട്രേഡ് ഇരിക്കുന്നത്. ഓക്കെ, ലോ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ 30 minutesലും സെയിം ആണ്, 15 minutesലും സെയിം ആണ്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ, ഇതാണ് നമ്മൾക്ക് പ്ലേ അപ്പ് ചെയ്യുന്ന സാധനം. അപ്പം നിങ്ങൾ പിന്നെയും എന്താ പറയുക, ഈ ഒരു 15 minutesൽ പിന്നെയും ഡിസ്കൗണ്ട് നമുക്ക് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടെ ഉണ്ട്. അത് കറക്റ്റ് ക്ലോസ് ചെയ്യുന്ന നോക്കി ഏകദേശം അതിൻ്റെ മിഡ് പോയിന്റിലാണ്.
പക്ഷെ ഇതിൽ ഏതെടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതെടുക്കാനേ പറയുള്ളൂ, കാരണം ഇത് ക്ലോസ് ചെയ്തതിൻ്റെ സെയിം ക്യാൻഡിൽ വരുന്നത് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അപ്പം 9:30 നമ്മൾ മാർക്കറ്റിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ കറൻ്റ് ഇവിടെ ആയിരിക്കും മാർക്കറ്റ് ഉണ്ടാവും 9:30. എന്നിട്ട് ജസ്റ്റ് പ്ലേ അപ്പ് ആവുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കറൻ്റ് ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയിട്ടില്ല. ഇവിടുന്ന് ഇതെവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരിക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം മാർക്കറ്റിൽ. അതായത് 1 അവറിലാണ് നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി ഉള്ളത് ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ 1 അവറിൻ്റെ ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ തന്നെ 10 AM ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്യും. 10 AM ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ കണ്ട എന്തോ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓവറോൾ ബയാസ് ഈസ് ബുള്ളിഷ്, പ്ലസ് നമുക്ക് ഡിസ്കൗണ്ടിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഡിസ്കൗണ്ടിലുള്ള ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്തു, പ്രൈസ് അവിടെ എങ്ങനെ റിയാക്ട് ചെയ്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 1 അവർ ക്യാൻഡിൽ വന്നു, അതിൻ്റെ CE വരെ പോയി, അതിലും താഴെ പോയി, ലിക്വിഡിറ്റി ഫുള്ള് എടുത്തു, എന്നിട്ട് ക്യാൻഡിലിൻ്റെ വളരെ മേലെ ക്ലോസ് ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം വരിക എന്ന് പറഞ്ഞാൽ ഇതൊരു ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ റെസ്പെക്ട് ചെയ്യുന്ന സിനാരിയോ. അപ്പം ഇവിടെ റെസ്പെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് ഇനി കണ്ടിന്യൂ ഹയർ പോവുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഓർക്കുക നമ്മുടെ ഓവറോൾ ബയാസ് ബുള്ളിഷാണ്. അപ്പോൾ അതിന് എന്താ പറയുക, അതിന് അഡീഷണൽ ആയിട്ടുള്ള കൺഫർമേഷൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ 10 മണിക്ക് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു റിജക്ഷൻ കിട്ടി. റിജക്ഷൻ കിട്ടിയതിൽ അതിലുപരി നമ്മുടെ ബയാസ് എന്ന് ഓൾറെഡി ബുള്ളിഷാണ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ലോ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രിക്ക് വേണ്ടി നോക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഒരു എൻട്രി കൺസിഡർ ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്രയും വലിയൊരു എന്താ പറയുക ഒരു സ്റ്റോപ്പാണ് നമുക്ക്. 130 എന്നൊക്കെ പറയുമ്പം 2600-2600 സ്റ്റോപ്പ് വരും നമ്മൾ ഒരു കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും നാസ്ഡാക്കിൽ. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിമിൽ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കുക. പക്ഷേ സെയിം ആ ഒരു ലോ തന്നെയാണ് നമുക്ക് ഇവിടെയും 15 മിനിറ്റ്സിലും ഉള്ളത്. അപ്പം നമ്മൾ പിന്നെയും കൺഫർമേഷന് വേണ്ടി ലോ ടൈം ഫ്രെയിമിലേക്ക് പിന്നെയും അതായത് ഇവിടെ വരെയാണ് കറൻ്റ് 10 ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന വരെയാണ് കറൻ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ട്. അപ്പം അതിനെ പിന്നെയും നമ്മൾ എന്താ പറയുക, അത് പിന്നെ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ലോ ടൈം ഫ്രെയിമിലേക്ക് വീണ്ടും നമ്മളതിനെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കും. ഓക്കെ, ഇതൊക്കെ ഇൻസ്റ്റൻറ്റേനിയസ്ലി നടക്കുന്ന സംഭവം കേട്ടോ. നമ്മൾ 1 അവറിലെത്തി. 1 അവറിലെത്തുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി ആ ഫെയർ വാല്യൂ ഗ്യാപ്പിന് പകരം. എന്നിട്ട് ഇവിടെയുള്ള പ്രൈസ് സെക്ഷൻ, അതായത് 10 മണിക്ക് മുന്നിലുള്ള ക്യാൻഡിൽ ഇവിടെ വരെയാണ് 10 മണിയുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവുക. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം. 10 AM അതായത് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ പ്രൈസ് അവിടെയാണുള്ളത്. പ്രൈസ് അവിടെ എങ്ങനെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇവിടെ വന്നു, തിരിച്ചു പോയി, നമുക്കൊരു ഇൻവേർഷൻ തന്നു, ഇവിടെ ചെറിയൊരു ഇൻവേർഷൻ തന്നു, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് പ്രൈസ് തിരിച്ചു വന്ന് 10 മണിയുടെ ക്യാൻഡിൽ അതെടുത്ത് റിജക്ഷൻ തന്നു. അപ്പോൾ നമുക്ക് എന്താ ഇപ്പോൾ ഒരു 3, 4, 5 കൺഫർമേഷൻസ് നമുക്ക് കിട്ടി. അതായത് ഒരു 3-4 എണ്ണം നമുക്ക് ടൈം ഫ്രെയിമിൽ നിന്ന് കിട്ടി. പിന്നെ 1 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ബുള്ളിഷാന്ന് കിട്ടി. ഇപ്പോൾ ലോവർ ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ നമുക്കിവിടെ ഒരു എൻട്രിയും കിട്ടി 10 മണിക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സിനാരിയോയിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് അതിലുപരി ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടോ 5 മിനിറ്റ്സിൽ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തപ്പോൾ അത് അവിടെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിലുപരി നമ്മൾ ലോ ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ നമുക്ക് അതിലും ഡിസ്കൗണ്ടിൽ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടി. അത് ഇൻവേഴ്സും ചെയ്തു. താഴെയുള്ള ഇൻവേഴ്സ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓബ്വിയസ്ലി പ്രൈസിന് മേലോട്ട് പോകണം എന്നാണ് ആ ഒരു പ്രൈസ് പോയിന്റിൽ പ്രൈസ് നമ്മളോട് പറയുന്നത്. പ്രൈസ് ഇൻവേഴ്സും ചെയ്തു. അതിലുപരി നമുക്ക് താഴെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യുകയും ചെയ്തു. സോ ദിസ് ഈസ് എ റിയലി ഗുഡ് ബൈ ഓപ്പർച്യൂണിറ്റി. ഇനി പ്രൈസിന് എന്താ പറയുക, താഴോട്ടാണ് പോകേണ്ടതെങ്കിൽ നമ്മൾ ആ 1 അവർ ഓർഡർ ബ്ലോക്ക് അല്ല ഫെയർ വാല്യൂ ഗ്യാപ്പ് പ്രൈസ് ഇൻവേഴ്സ് ചെയ്യണം. അതായത് ഇതിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്യണം 1 അവറിൽ. അപ്പം ഇനി അതിന് 1 അവർ നടക്കാനുള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും കൺഫർമേഷൻസ് ഓൾറെഡി കിട്ടിയത് കൊണ്ട് നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എൻട്രിക്ക് വേണ്ടി കൺസിഡർ ചെയ്യാം. എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്തതെന്ന് ഞാനിപ്പോൾ 100 പ്രാവശ്യം പറഞ്ഞു. സോ നമുക്ക് ഒരു എന്താ പറയുക ഒരു 3-4 കൺഫർമേഷൻ ഓൾറെഡി കിട്ടിയത് കൊണ്ട്. ഓക്കെ, ടൈമിൽ കിട്ടി നമുക്ക്. പിന്നെ ഹയർ ടൈം ഫ്രെയിമിൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിജക്ഷൻ കിട്ടി. ലോവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തപ്പോൾ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവേർഷനും കിട്ടി.
അതിലൊരു ലോ ടൈം എന്താ പറയുക, ഒരു ഡിസ്കൗണ്ടിലുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് റിജക്ഷനും കിട്ടി. റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്യാനും കിട്ടി. അപ്പം ഈ ഒരു പ്രൈസ് പോയിന്റ്, അതായത് 10 AM കഴിഞ്ഞതിന് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ എൻട്രി കൺസിഡർ ചെയ്യുക. എൻട്രി ഇവിടെ കൺസിഡർ ചെയ്തിട്ട് ഒബ്വിയസ്ലി നമ്മളെ സ്റ്റോപ്പ് എവിടെയാണ്, ലോവസ്റ്റ് ലോ, അതായത് 40 നമുക്ക്, അതായത് നേരത്തെ 130ഓളം നമുക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് 40 കിട്ടി. കാരണം ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്താൽ പിന്നെ ബാരിഷ് ആവും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ, നമ്മുടെ ബയസ് തെറ്റായിരുന്നു. സോ അത്രയേ ഉള്ളൂ. ഈ ഒരു സാധനം കൺസിഡർ ചെയ്ത് നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ഹാങ്ങിങ് ഫ്രൂട്ടായി നിൽക്കുന്ന ഇത് വെച്ച് കഴിഞ്ഞാൽ LRL. ഇത് കണ്ടോ, പ്രൈസിന് ആക്ച്വലി ഇതാണ് പ്രൈസിന് ഏറ്റവും ഹയസ്റ്റ് ഹൈ. അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇത് അത് നോക്കുവാണെങ്കിൽ നമുക്ക് 1:5 ഉണ്ട്. നമ്മൾ സപ്പോസ് ഒരു ക്യാൻഡിലാണെങ്കിൽ പോലും $14,000 ആ ഒരു ഒറ്റ ട്രേഡിൽ നമുക്ക് കിട്ടും. അത് റൺ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആസ് എ ഡേ ട്രേഡർ നമ്മൾ ഇത്രയും വലിയ ട്രേഡൊന്നും ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ടാർഗറ്റ് അത് ഇതിൽ വരുമ്പം ഈ ഒരു കേസാണ് വരിക. അതായത് 83 ഹാൻഡിൽസിൻ്റെ അടുത്ത്, അത് 1:2 അടുത്തുണ്ട്. അതായത് നമ്മളിപ്പം ഈ ഒരു ട്രേഡ് നമ്മൾ എടുക്കുമായിരുന്നെങ്കിൽ $800 റിസ്ക് ആയിട്ട് നമുക്ക് $1,600 നമുക്ക് ഈ ഒരു ട്രേഡിൽ കിട്ടി. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. അപ്പം എന്താ, പ്രൈസ് റിജക്ഷൻ തന്നു, തിരുപ്പി വീണ്ടും പ്രൈസ് 1 2 3 ടൈംസ് അത് റീടെസ്റ്റ് ചെയ്താലും നമുക്ക് വീണ്ടും അതിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് ഉറപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രൈസിൻ്റെ ക്യാൻഡിൽസിൻ്റെ എന്താ പറയുക, ബോഡീസ് മൊത്തം ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മേലെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ. പ്രൈസ് വാണ്ട് ടു ഗോ ഹയർ. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എത്രയാണ്, 10:01 നമ്മൾ എൻ്റർ ചെയ്തിട്ട് 10:12 അതായത് ഒരു 11 മിനിറ്റ് നമ്മൾ ട്രേഡ് ഹോൾഡ് ചെയ്യുന്നു, ടീ പിടിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് റീഡ് ചെയ്യേണ്ടത്. അതായത് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ തുടങ്ങിയിട്ട് ലോ ടൈം ഫ്രെയിമിലേക്ക്, അതായത് 1 മിനിറ്റ് വരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഈ ഒരു സിനാരിയോയിൽ നമുക്ക് 1 മിനിറ്റിലായിരുന്നു, സെയിം കൺഫർമേഷൻ നമുക്ക് 3 മിനിറ്റിലോ 5 മിനിറ്റിലോ, ഞാനൊരു 5 മിനിറ്റിലൊരു ഫാമിലി ഗ്യാപ്പ് മാർക്ക് ചെയ്ത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നതെങ്കിൽ ഒബ്വിയസ്ലി 5 മിനിറ്റ്സിലായിരിക്കും നമ്മുടെ എൻട്രി. നമ്മുടെ എൻട്രിക്ക് വേണ്ടിയിട്ട് എവിടെ വരെ ഡ്രോപ്പ് ഡൗൺ ചെയ്യണോ അവിടെ വരെ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് ഞാൻ പ്രൈസ് റീഡ് ചെയ്യാൻ തുടങ്ങിയത് തൊട്ട് ഈ എൻട്രി തൊട്ട് ഈ TP ആവുന്ന വരെയുള്ള ഒരു സ്റ്റോറി ഞാൻ ബിൽഡ് ചെയ്തെടുത്തത്, നറേഷൻ എന്നതിനെ പറയാം. അതായത് എൻ്റെ ട്രേഡിനെ ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള നറേഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. ഹൗ ടു ബിൽഡ് ദാറ്റ്, അത് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇതുപോലെ ഹൈ ടൈം ഫ്രെയിം തൊട്ട് ലോ ടൈം ഫ്രെയിം വരെ നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വരിക. എന്നിട്ട് പ്രൈസിന് അഗെയിൻസ്റ്റ് പോകാൻ ലൈക്ക് 2 ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്താ, പ്രൈസ് ചെയ്ത ഡയറക്ഷനിലാണ് പോകുന്നത്, ആ സെയിം ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അവർക്ക് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്നത് ട്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് പ്രൈസ് ഇപ്പം ഹയർ ടൈം മേലോട്ട് പോവുകയാണെങ്കിൽ അത് താഴോട്ട് ട്രേഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാൻ അതാണ് ഈസി എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് സിമിലർ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്നത് അവർക്കൊരു നെഗറ്റീവ്സ് തന്നെ. രണ്ടുപേർക്കും രണ്ട് സാധനം ലൈക്ക് ഓപ്പോസിറ്റ് സംഭവങ്ങൾ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. ലൈക്ക് ഇറ്റ്സ് അബൌട്ട് നമ്മുടെ സൈക്കോളജി എങ്ങനെയാണ് നമ്മളെങ്ങനെ വയർഡ് ചെയ്തെന്നുള്ളതിനനുസരിച്ചാണ്. ഞാൻ പൊതുവേ ഒരു കോൺട്രറിയാണ്. അതായത് എനിക്കിപ്പം പ്രൈസ് മേലോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഈസി ആക്ച്വലി പ്രൈസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണെന്നുള്ള സാധനം നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങളൊരു മോഡൽ ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് 2 സാധനം ഈ കറൻ്റ്ലി എൻ്റെ സിറ്റുവേഷനിൽ എനിക്ക് 2 സാധനം ട്രേഡ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ തുടക്കം തൊട്ടേ ഞാൻ ഒരു കോൺട്രേറിയൻ ആയിരുന്നു. ലൈക്ക് എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ നാച്ചുറലി അങ്ങോട്ടായിരുന്നു ടെംപ്റ്റഡ് ആയിരുന്നു ഇത്ര സാധനം. അപ്പം വാട്ട് എവർ യു ആർ, നിങ്ങൾ ഇതിൽ ഏത് സ്റ്റൈൽ ട്രേഡർ ആണെങ്കിലും രണ്ടുപേർക്കും ലൈക്ക് ഒന്നൊന്നിനെക്കാട്ടും ബെറ്റർ എന്നുള്ള സാധനം ഇല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു റീഡ് ദ മാർക്കറ്റ്. അപ്പം എങ്ങനെ റീഡ് ചെയ്യാന്നുള്ള സാധനം ഞാൻ കാണിച്ചു തന്നു. ഹൈ ടൈം ഫ്രെയിം തൊട്ട് ലോ ടൈം ഫ്രെയിം വരെ നിങ്ങളൊരു സ്റ്റോറി ബിൽഡ് ചെയ്തെടുക്കുക. ആ നറേഷനിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടുവാണെങ്കിൽ, ഇപ്പം ഈ ഒരു ഡേ ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം ഇത് വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഓവറോൾ ടൈം ഫ്രെയിം ബുള്ളിഷ് ആയിരുന്നു. ലൈക്ക് ഒരു 2 വീക്കായിട്ട് ഇപ്പം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് 1 അവറിൽ ക്ലിയർ ആയിട്ട് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ അത് നമുക്ക് ഒരു ക്ലിയർ ആയിട്ട് ഒരു റിജക്ഷൻ കിട്ടി. ലോ ടൈം ഫ്രെയിമിൽ അതിനെ
നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻവേർഷനും കിട്ടി, ഒരു ഡിസ്കൗണ്ടിലുള്ള ഒരു അതായത് എൻട്രി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് പക്കയായിട്ട് എന്താ പറയുക ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്ത് നമുക്ക് റിജക്ഷനും കിട്ടി. സോ അങ്ങനെയാണ് ഈ ഒരു എൻട്രിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു റീഡ് പ്രൈസ്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല, പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് മാനിപ്പുലേറ്റഡ് ആവാതെ മാക്സിമം പ്രൈസിൻ്റെ സെയിം ഡയറക്ഷനിൽ അല്ലെങ്കിൽ പ്രൈസ് ഡെലിവർ ചെയ്യുന്ന ഡയറക്ഷനിൽ മാക്സിമം ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ കുറേ ഇൻഫർമേഷൻസ് ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം റീവാച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, പുതിയ പുതിയ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് കിട്ടും, ഞാൻ പറഞ്ഞതിൽ ഓൾറെഡി. കാരണം ഞാനൊരു ഡേ എങ്ങനെയാണോ പ്രൈസ് റീഡ് ചെയ്യുക, ആ സാധനം ഞാൻ പക്കയായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് അഥവാ മനസ്സിലാവാത്ത പോലെ തോന്നിയിട്ടാണെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് വാച്ച് ചെയ്ത് നോക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ വീണ്ടും വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ സാധനങ്ങൾ ഇണ്ടെന്ന് കിട്ടുന്നതായിരിക്കും. സോ ഐ പ്രോമിസ് ദാറ്റ്. Okay, I hope this video was helpful for you. So I'll see you in the next one. Okay, so thanks for watching. Thanks for your time. Bye.